ബയാനു ഇല്ലത്തി ദമ്മിൽ ഇൽമിൽ മദ്മൂമീന. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതാണ്. അതിന്റെ ബാബിന്റെ നമ്പർ അൽ ബാബു സാലിസു എന്നാണ്. മൂന്നാം ബാബ് എന്തിൽ പറയുന്ന ചോദിച്ചാല് ബിമാ യഉദ്ദുൽ ആമ്മത്തു, പൊതുവെ ജനങ്ങൾ എണ്ണി വരുന്ന ഒന്നുണ്ട്. എന്തില്? മിനൽ ഉലൂമിൽ മഹമൂദത്തി, നല്ല ഇൽമിൽപ്പെട്ടതായിട്ട് പൊതുവെ എല്ലാവരും എണ്ണി വരുന്നൊരു ഇൽമുണ്ട്. അതിലാണ് മൂന്നാമത്തെ അധ്യായം നടക്കുന്നത്. വലൈസ മിൻഹ, വാസ്തവത്തിൽ ആ മഹമൂദ ഇൽമിൽ പെട്ടതല്ല ഇൽമ്, പക്ഷെ അതിൽ പെട്ടിട്ടാണ് എണ്ണുന്നത്. വബിഹി, ഈ മൂന്നാമത്തെ അധ്യായത്തിൽ എന്തൊക്കെ ചർച്ച അറിയോ? ബയാനുൽ വജ്ഹി അല്ലദി ഖദ് യകൂനു ബഅദുൽ ഉലൂമി മദ്മൂമൻ. ചില ഇൽമുകളൊക്കെ മോശമായ ഇൽമുകളുണ്ട്, അങ്ങനെ വരാറുണ്ട്. അത് എങ്ങനെ ആകല്? അതിന്റെ റൂട്ട് വിശദീകരിക്കുന്നുണ്ട്. വയാനു തബ്ദീലി ആസാമിൽ ഉലൂമി, പിന്നെ ഇൽമുകൾക്ക് ഓരോ പേരുകൾ മാറ്റിമറിക്കലൊക്കെ ഉണ്ട്, പകരമാക്കലും മാറ്റിമറിക്കലൊക്കെ ഉണ്ട്. അതിനെ വിശദീകരിക്കലും. ആ മാറ്റിമറിക്കുന്ന ഇൽമിന്റെ പേരുകൾ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഫിഖ്ഹ്, ഇൽമ്, തൗഹീദ്, തദ്കീർ, ഹിക്മത്ത് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് വരുന്ന രീതികളൊക്കെ വിശദീകരിക്കുകയാണ്. ബയാനുൽ ഖദ്റുൽ മഹ്മൂദി മിനൽ ഉലൂമി ശർഇയ്യത്തി വൽ ഖദ്റുൽ മദ്മൂമി, മോശമായ ഇൽമിലെ ഒരു കണക്ക്, ശർഇയ്യായ വിജ്ഞാനത്തിൽ വാഴ്ത്തപ്പെടുന്നതിന്റെ കണക്ക്, അതൊക്കെ എങ്ങനെയൊക്കെയാ? ഇത്തരം കാര്യങ്ങളാണ് ഈ മൂന്നാം ബാബിൽ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് ബയാനു ഇല്ലത്തി ദമ്മിൽ ഇൽമിൽ മദ്മൂം. അത് ഞാൻ ആദ്യമായി പേഴ്ച വായിച്ചതാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? മോശമാക്കപ്പെട്ട വിജ്ഞാനമുണ്ട്. ആ മോശമാക്കപ്പെട്ടതായിരിക്കുന്ന വിജ്ഞാനം എങ്ങനെ മോശമായി, അത് എങ്ങനെ മോശമായി എണ്ണുക, എന്താ അതിന്റെ കാരണം, അത് വിശദീകരിക്കലാണ് ഒന്നാമത്. ലഅല്ലക തഖൂലു, നീ പറഞ്ഞേക്കാം. എന്ത് പറയും? അൽ ഇൽമു, ഇൽമു എന്ന് പറഞ്ഞാൽ മഅരിഫത്തു ശൈഇ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. അലാ മാ ഹുവ ബിഹി, ഏതൊന്നുകൊണ്ടാണോ ആ വസ്തു നിൽക്കുന്നത് എങ്കിൽ അതനുസരിച്ച് ആ വസ്തുവിനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് അറിയുക. ഇതിന്റെ പേരാണ് ഇൽമു എന്ന് നീ പറഞ്ഞേക്കാം. ആ ഇൽമു മിൻ സിഫാത്തില്ലാഹി തആല, അല്ലാഹു തആലാന്റെ സിഫാത്തിൽ പെട്ടതുമാണ്. ആ നിലയിൽ നീ ഒരു വസ്തുവിനെ കുറിച്ച് ശരിക്കും അറിയാന്ന് പറയുന്ന ഇൽമു പറഞ്ഞേക്കാം. ഫകൈഫ യകൂനു ശൈഉ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള ആ അറിവ് ഇൽമൻ, അതെങ്ങനെ ഇൽമാകുക? ഒരു വസ്തുവിനെ കുറിച്ച് അറിഞ്ഞു നല്ലത് ഇൽമ എങ്ങനെയാകുക? കൗനിഹി ഇൽമൻ മദ്മൂമൻ, അത് തന്നെ ആ ഇൽമ് ആവുന്നതോടുകൂടി തന്നെ അത് മദ്മൂമായ ഇൽമാവൽ എങ്ങനെയാ? ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. എന്നാ ഫഅലം, നീ അറിഞ്ഞോ, അന്നൽ ഇൽമ ലാ യുദമ്മു ലി ഐനിഹി, ഒരു വിജ്ഞാനം അത് അതിന്റെ ഐന് വെച്ചതിനെ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കാനൊന്നുമില്ല, അത് നമ്മാവുകയില്ല. വഇന്നമാ യുദമ്മു, ആ ഇൽമിനെ മോശമായി കണക്കാക്കപ്പെടുക ഫി ഹഖ്ൽ ഇബാദി, അടിയങ്ങളുടെ ഹക്കിലായിട്ടാണ് കൂട്ടുക. അടിയങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തി നോക്കുമ്പോ ആ ഇൽമു മോശമല്ല, ഇൽമു മറ്റൊരാൾക്ക് ചേർത്തി നോക്കുമ്പോൾ അത് മോശമായിട്ട് വരും. അതിന് കാരണങ്ങളുണ്ട്. ഈ അഹദി അസ്ബാബി സലാസത്തി, 3 കാരണങ്ങളാ. 3 കാരണങ്ങൾ, ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഇൽമ് അടിയങ്ങളുടെ ഹക്കിൽ ചേർത്ത് നോക്കുമ്പോൾ അത് മോശമായിട്ട് വരും. ഏതാണ് ആ 3 കാരണങ്ങൾ? അത് വിശദീകരിക്കുകയാണ്. അൽ-അവ്വലു, ഒന്നാമത്തെ കാരണം, അൻ യകൂന മുഅദ്ദിയൻ ഇലാ വറരിമ്മ, ഏതെങ്കിലും ഒരു പ്രയാസത്തിലേക്ക് ആ ഇൽമു ചെന്ന് കൂട്ടണം. അങ്ങനെ ഇൽമു കൂട്ടുന്നതാണ് എങ്കിൽ അതൊരു കാരണമാണ്. ഇമ്മാലി സ്വായിബിഹി, ആ പ്രയാസം ചേർത്തുന്നത് ഒരുപക്ഷെ ആ ഇൽമുള്ള ആളിലേക്ക് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഔലി വൈരിഹി, മറ്റൊരാളിലേക്കായിരിക്കാം. ഇയാൾക്ക് കുഴപ്പമല്ല, മറ്റൊരാൾക്ക് അല്ലെ ഇയാൾക്ക് കുഴപ്പം. ഇങ്ങനെ രണ്ടിൽ ഏതെങ്കിലും ഒരു വിധേനെ ഒരു പ്രയാസം കൂട്ടുന്നതായിരിക്കും ആ വിജ്ഞാനം. ഒരു കാരണം അതാണ്. അങ്ങനെ വരുമ്പോൾ ആ ഇൽമു മോശമാണെന്ന് പറയാം. അതിന്റെ ഉദാഹരണം കമാ യുദമ്മു അല സിഹിരി വത്തൽമസാത്ത്, തൽസമാത്തില്ല, തൊൽമസാത്തിന്റെ ഇൽമു, സിഹിറിന്റെ ഇൽമു ഇത്യാദി കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമൊക്കെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. അത് നല്ല ഇൽമല്ല,
ഫലം ഉപകാരമൊന്നുമില്ല എന്നൊക്കെ പറയലുണ്ട്. വഹുവ ഹഖുൻ, വാസ്തവത്തിൽ അത് ചിന്തിച്ചു നോക്കുമ്പോൾ സ്ഥിരപ്പെട്ടതിനല്ലത് സിഹിർ ഇവിടെ ഉണ്ട്, തൊൽബസാത്തുണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ട് എങ്കിലും വാസ്തവത്തിൽ ഇത് ആക്ഷേപിക്കപ്പെടുന്നുണ്ടല്ലോ. കാരണം ഇത് ഷഹീദുൽ ഖുർആനു ലഹു, ഇൽമു ഇവിടെ സിഹിർ ഉണ്ട് എന്നതിന് ഖുർആൻ സാക്ഷിയല്ലേ. അതുകൊണ്ട് തന്നെ മാത്രമല്ല അന്നഹു നിശ്ചയമായിട്ടും ഈ സിഹിർ സബബുൻ യതവസ്സലു ബിഹി ഇല തഫറുഖതി ബൈന സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിൽ വിട്ടുപിരിക്കാനും അകറ്റാനും പറ്റുന്നൊരു കാരണമാണ് ഈ സിഹിർ. സിഹിർ ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർ അകറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ പരമാർത്ഥമല്ലേ, ആണല്ലോ. എന്നിരിക്കുന്നതായാലും മോശമായി പറയുന്നുണ്ട്. നോക്കൂ, ഈ സിഹിർ എന്നുള്ളത് നമുക്ക് മാത്രമൊന്നുമല്ല. വഖദ് സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് സിഹിർ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിഹിർ കാരണം മുത്തുനബി തങ്ങൾ രോഗിയാവുകയും ചെയ്തിട്ടുമുണ്ട്. സിഹിർ ആർക്കും ഫലിക്കുമല്ലോ. എത്രത്തോളം അഖ്ബറു ജിബ്രീൽ അലൈഹിസ്സലാം ഇദാലിക, നബിനോട് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബി അങ്ങേക്ക് ഇതാ സിഹിർ ചെയ്യപ്പെട്ടിരിക്കുന്നു, അതാണ് ഈ കുഴപ്പം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കിണറുണ്ടല്ലോ അവിടെ, അരിയാത്തങ്ങളെ കൊണ്ടാണ് എടുപ്പിച്ചത്. ഒരു കിണറ്റിന് അടിഭാഗം, അടിഭാഗത്തൊരു കല്ലുണ്ട്, കല്ലിന്റെ അടിയിലായിട്ട് സിഹിർ ചെയ്തിച്ച സാധനങ്ങൾ കാണാൻ കഴിയും. അത് പുറത്തു കൊടുക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ സിഹിറുണ്ട്, തെളിവാണ്. അതിന് പറഞ്ഞ തെളിവാണ്, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അത് കള്ളമല്ല, മിഥ്യമല്ല, സിഹിറിന് വരെ യഥാർത്ഥം തന്നെയാണ്. പക്ഷെ അതല്ല നമ്മൾ ചർച്ച. ആ സിഹിർ എന്ന് പറഞ്ഞ ഇൽമു മോശമാണ്. ഈ സിഹിർ നൗഉൻ, അതൊരു ഇനമാണ്. യുസ്തഫാദു, അതിനെ മനസ്സിലാക്കപ്പെടാൻ കഴിയും. മിനൽ ഇൽമി, അറിവിൽ നിന്ന്. ഖവാസിൽ ജവാഹിരി, ചില പ്രത്യേക ജൗഹറുകളെ കൊണ്ടും. നക്ഷത്രങ്ങൾ വെളിപ്പെടുന്ന വഴികളിലൂടെ ചില കണക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ന നക്ഷത്രം വന്ന ഇന്ന റൂട്ടിലൂടെ സഞ്ചരിച്ച ഇന്നതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത്തരം നക്ഷത്രത്തിന്റെ ഉദിപ്പുകളിലൂടെ കിട്ടുന്നൊരു ഹിസാബിയായ ചില കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളെ കൊണ്ടും ചില പ്രത്യേക തടികളെ വെച്ചുകൊണ്ടും, ചില ജൗഹറായ തടി തന്നെയാണ് അതൊക്കെ. തടി എന്ന് പറഞ്ഞാൽ, ജൗഹർ എന്ന് പറഞ്ഞാൽ തടി ഇല്ലാത്ത സാധനം, കാറ്റ് ജൗഹർ. അങ്ങനെ എന്തോ അവരുടെ ചില പ്രത്യേക മന്ത്രങ്ങളും പലതൊക്കെ ചെയ്തിട്ടാണ് ഈ പരിപാടി. അത്തരം കാര്യം പഠിക്കണം. അത് പഠിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇനമാണ് ഈ സിഹിർ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഹീന ഇതിൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെന്താവും ആ സന്ദർഭത്തിൽ? മീൻ തിൽക്കൽ ജവാഹിരി, അപ്പോൾ ആ ജവാഹിർ അതല്ല, ഇതല്ല. അപ്പൊ യുത്തകതു മീൻ തിൽക്കൽ ജവാഹിർ, പിന്നെ ആ പഠിച്ചു വെച്ച ജവാഹറൊക്കെ എടുത്തു വെക്കുക. എന്നിട്ട് അതിന് ഉണ്ടാക്കപ്പെടും ഹൈക്കൽ അല സൂറത്ത് ശഖ്സിൽ മസ്കൂരി, ഒരു പ്രത്യേക സിഹിർ ചെയ്യപ്പെടുന്ന ആർക്കാണോ ആ സിഹിർ ചെയ്യപ്പെടുന്ന ആ വ്യക്തിയുടെ രൂപത്തിന്റെ മേല് സംഗതി ഉണ്ടാക്കിയ കയ്യും കാലും രൂപമൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെയുള്ള ഒരു രൂപം ഉണ്ടാക്കി ചേർക്കുന്ന ചില ജൗഹറുകളുണ്ടാവും. അത് കൂട്ടി ആണിയും മെഴുകുതിരിയും ഇതൊക്കെ കൂട്ടിച്ചേർത്തുണ്ടാക്കുമല്ലോ. ഇങ്ങനെയുള്ള ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണ് ഈ സിഹിർ എന്നുള്ളത്. എന്നിട്ട് പോയി ഉർഷദ് ബി മഖ്സൂസ് മിനൽ മതാനി, എന്നിട്ട് ഇന്ന നക്ഷത്രം ഉദിക്കുമ്പോൾ ആ ഉദിപ്പുകളിൽ നിന്ന് ഒരു പ്രത്യേക ടൈം എടുക്കും. എന്നിട്ട് ആ ടൈം വെച്ചിട്ട് അതുകൊണ്ട് നിരീക്ഷിക്കപ്പെടുകയാണ്. ബിഹി കലിമാത്തുൻ, എന്നിട്ട് ഇതിനോട് ചില വചനങ്ങൾ അന്വയിപ്പിക്കപ്പെടും. യതലഫ്ഫളു ബിഹ, ഈ സിഹിർ ചെയ്യുന്ന ആൾ അതുകൊണ്ട് മൊഴിയും. അങ്ങനെ മൊഴിയുന്ന ചില മന്ത്രങ്ങളും ആറിലൊക്കെ അതേ സമയം നോക്കി എടുത്തിട്ട് അന്വയിപ്പിച്ചു കൊണ്ടുവരും. അതിന് കുഫ്രി വൽ ഫുഹിഷ് അൽ മുഖാലിഫി ശറഅ്, ശറഇനോട് എതിരാകുന്ന വിധത്തിലുള്ള മോശമായ കാര്യം നിഷേധം ഇത്യാദി വചനങ്ങളായിക്കൂടെ ഉരുവിടുക. അത് ഉരുവിട്ടുകൊണ്ട് ഈ പ്രത്യേക രൂപം ഉണ്ടാക്കി വെച്ച് അടിമകൊന്ന് ചെയ്ത് കാട്ടിക്കൂട്ടിണ്ടാകുന്ന പണിയുടെ സിഹിർ. അതിന് അറിവുള്ളത്. എന്നിട്ടോ ബിസബബിഹ, ഇങ്ങനെയുള്ള ആ കെലിമത്തുകളെ കൊണ്ട് ഇവൻ എത്തിച്ചേരും. പിശാചുക്കളെ കൊണ്ടുള്ള സഹായം കിട്ടുന്നതിലേക്കും. ആ പിശാചുബാധ വേണം, പിശാചിനെ സേവിക്കണം. അങ്ങനെ പിശാചിനെ സേവിക്കുമ്പോൾ അതിനുള്ള മന്ത്രങ്ങളും അതിനുള്ള
ക്രിയകളൊക്കെ ചെയ്താൽ വരും. അങ്ങനെ ശൈത്താന് സഹായം കിട്ടി. ആരിലേക്കാണോ ഈ സഹായം വേണ്ടത് സിഹർ ചെയ്തിട്ട് കൊല്ലാനാണോ രോഗിയാക്കാറെന്ന് അയാളിലേക്ക് ശൈത്താനെ വിട്ടുകൊടുത്താൽ അവിടെ കളി നടക്കും. ഇങ്ങനെ ഒരു തരം വിജ്ഞാനമുണ്ട് സിഹർ. എന്നിട്ടാവോ യഹ്സുലുൽ മജ്മുഉ ദാലിക, ഇതൊക്കെ പാടെ കൂടിച്ചേർന്നുമ്പോ ആ സംഗതി ഉണ്ടാവും. ബിഹുക്മി ഇജ്റാഇല്ലാഹി തആല ആദത്ത്, അല്ലാഹു തആലയുടെ പതിവ് എന്താണോ അത് നടത്തുവാടെ. അപ്പൊ അള്ളാഹ് അങ്ങനെ പതിവ് എന്താണ്ട് ഇതൊക്കെ ഉണ്ടായി തീർന്നാല് ഇനി മുസീബത്ത് ഉണ്ടാവലാണ്. അത് അള്ളാഹുടെ ആദിയായ കഴിവാണ്, കുദറത്താണ്. അതാ നടപ്പാക്കും അള്ളാഹു. അതുകൊണ്ടുണ്ടായിട്ടൊരു സംഗതി സിഹർ. അപ്പൊ ഇതൊക്കെ പാടെ എന്തുണ്ടാവും? അഹ്വാലുൻ ഗരീബത്തുൻ ബി ശഖ്സിൽ മസ്ഊരിന, സിഹർ ചെയ്യപ്പെട്ട ആ വ്യക്തിയിൽ ഒരു പുതുമയാർന്ന അത്ഭുതകരമായിരിക്കുന്ന പല അസംഭവ്യങ്ങളും പല സംഭവങ്ങളും ഉണ്ടാവും. ഇതാണ് സംഗതി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സിഹറിന്റെ പണി എന്ന് മനസ്സിലായല്ലോ. ഇനി പഠിക്കുന്നതിനെ പറ്റി അറിയണം. ഓ മാരിഫത്തു ആദിൽ അസ്ബാബി മിൻ നൈസു അന്നഹ മാരിഫത്തുൻ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സിഹർ ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം വകുപ്പുകളുണ്ടോ, മന്ത്രങ്ങളുണ്ടോ, ആ കാരണെ കുറിച്ചുള്ള അറിവ് അതൊരു അറിവാണ് എന്ന ഹൈസത്ത് വെച്ച് നോക്കുമ്പോ അങ്ങനെ അറിയൽ ലൈസത്തിൽ മധുമൂല ചീറ്റല്ല. അറിയാന്നുള്ളതും അതിനെക്കുറിച്ച് പഠിക്കാതൊരു ചീറ്റല്ലല്ലോ. ലാക്കിന്നഹ, എങ്കിലും ആ മാരിഫത്ത് ലൈസത്ത് തെസിലഹു, ആ മാരിഫത്ത് നന്നാകൂല ഇല്ലാലി ഇൽറാരിൻ ബിൽ ഖൽഖി, സൃഷ്ടികളെ ബുദ്ധിമുട്ടാക്കുക എന്നതിലേക്ക് ആ സിഹർ അറിവ് നടക്കുള്ളൂ. അതിന് മാത്രമേ അതിന്റെ വകുപ്പുള്ളൂ. വൽ വസീലത്തി ഇല ശർരി ശർറ്, ഷർറിലേക്ക് വൽ വസീലത്തി ഇല ശർരി ശർറുൻ, എത്തരത്തിൽ ഷെറിലേക്ക് ചേർക്കുന്നതാണ് ഷെറാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? സിഹർ എന്ന് പറഞ്ഞ പണി തെറ്റാണ്, അതായത് ജനങ്ങൾ പ്രയാസപ്പെടുത്തലാണ്. എന്നാൽ സിഹർ പണി എന്താന്ന് പഠിക്കൽ തെറ്റല്ല, സിഹർ ചെയ്യൽ തെറ്റാണ്. അപ്പൊ ആ സിഹറിലേക്ക് വരുന്ന എന്തെല്ലാം അത് തെറ്റാണ്. കാരണം സിഹറോണ്ട് സെറുണ്ടാണത്. അപ്പൊ സെറിലേക്ക് വസീല വരുന്ന എന്തെല്ലാം ഉണ്ട് അതൊക്കെ സെറനെ. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണ്ടെന്നർത്ഥം. ഇപ്പൊ കാനദാലിക ഹുവ സബബി കൗനിഹി ഇൽമൻ മദ്മൂമ, അപ്പോ ആ അതിലേക്ക് വസീലയായിട്ട് വരുന്ന സാധനം ഷെറാകുമ്പോൾ ആ ഒരു വസീലകൾ എന്താണ്? ആ ഷെറുണ്ടല്ലോ, അതൊരു മദ്മൂമായ ഇൽമാണ് എന്ന കാര്യത്തിലേക്ക് അതൊരു സംഭവമായി മാറി. അപ്പൊ ആ ഇൽമ എന്താണ്? ഒരു മോശമായ ഇൽമാണ്. ഒരു കാരണം ഇതായല്ലോ. കാരണം സിഹർ എന്ന് പറഞ്ഞ പണി പഠിക്കൽ തെറ്റിനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി എടുത്തു നോക്കുമ്പോൾ ജനങ്ങളെ പ്രയാസപ്പെടുത്താനാണ്. ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നതിന് തെറ്റല്ലേ? അങ്ങനെ വരുമ്പോൾ പ്രയാസപ്പെടുത്തുന്ന കാരണം എന്ത് പഠിക്കലും തെറ്റായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ആ ഇൽമ പഠിക്കൽ മോശമാണെന്ന് കിട്ടിയതാണ്. അപ്പൊ ആ ഇൽമ മോശമായ ഇൽമാണ് എന്നതിലേക്കുള്ള കാരണം ഇത് മതി. ആ വസീലൊക്കെ സറാണ്, മനസ്സിലായല്ലോ. ബൽ, എങ്കിലും മനിത്തബ വലിയ മിൻ ഔലിയാ ഇല്ലാഹി തആല, അള്ളാന്റെ ഔലിയാക്കൾ പെട്ടതായിരിക്കുന്ന ഒരു വലിയനോട് ഒരാൾ തുടർന്നു. എന്തിനു തുടർന്നു? ലിയഖ്തുലുഹു, ആ വലിയ കൊന്നു കളയാൻ വേണ്ടി തുടർന്നു. വഖദ് ഇഖ്തഫ മിൻഹു ഫീ മൗഇൻ ഹദീസിൻ, എവിടെയോ പ്രത്യേകമായി ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ആ വലിയനെ തൊട്ട് അവൻ ഒളിഞ്ഞിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇതാ സഅല ലാലിമു അക്രമൻ, ഈ വലിയനെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ലാലിമു ചോദിക്കുകയാണ് അൻ മഹല്ലിഹി, ഈ വലിയ എവിടെ ഇരിക്കുന്നത് അറിയാൻ വേണ്ടി ചോദിക്കും. ലം യജുസ്, അങ്ങനെ വരികയാണെങ്കിൽ തൻബിഹു അലൈഹി, ഈ വലിയനെ കൊല്ലാൻ നടക്കുന്ന ഒരു അക്രമിയായ ഒരാള് അയാളോട് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഉണർത്തി കൊടുക്കാൻ പറ്റുമല്ലേ? പറ്റില്ല. ഇന്ന സ്ഥലത്ത് വലിയുണ്ടെന്ന് മസ്ഊന് അറിയാം. പക്ഷെ ആ മസ്ഊനോട് ചോദിക്കുന്ന ലാലിമാണ്. ലാലിമിന്റെ ഉദ്ദേശം എന്താണ്? അത് കിട്ടിയാളെ കൊല്ലാനാണ്. അപ്പൊ വലിയനെ കൊല്ലാൻ പാടില്ലല്ലോ, അതിന് കൂട്ടിക്കാനും പാടില്ല. അപ്പൊ ആ വലി ഇന്ന സ്ഥലത്താണെന്ന് പറയാൻ പാടില്ല എന്നാണ് മസ്ഊന്റെ ബാധ്യത. വല്ല എന്നല്ല, വാജിബാണ്, വജബൽ കെദിബു ഫീഹി, അത്തരം കാര്യങ്ങൾ വലിയന്റെ സംരക്ഷണമാണ്. അത് ഇസ്ലാം അംഗീകരിച്ചതാണ്. ആ സംരക്ഷണത്തിൽ കളവാൻ വേണ്ടി വന്ന കളവ് പറയാം, അവിടെ കളവായ നിർബന്ധമാണ്. അതെന്തല്ല, അപ്പൊ ഇൽമു മോശമല്ലല്ലോ. വദിക്റു മൗദിഇഹി, വലിയന്റെ ആ സ്ഥലം പറയുക എന്നുള്ളത്
ഇർഷാദുൻ അത് നല്ലൊരു വഴി തന്നെയാണ്. ഇഫാദത്ത് ഇൽമിൻ ബിശൈഇ ആ ഒരു വസ്തു കൊണ്ട് അറിയാന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അലാമാഹു അലി ഏതൊന്നിന്റെ മേലാണോ ആ വസ്തു ഉള്ളതെങ്കിൽ അതനുസരിച്ചു കൊണ്ട് തന്നെ ആ വസ്തുവിനെ മനസ്സിലാക്കലും കൂടിയാണല്ലോ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളത്. പക്ഷെ അങ്ങനെ ആട്ടെന്താ കാര്യം വലാക്കിന്നവും എങ്കിലും അങ്ങനെയുള്ള ആ അറിവ് ആ പറഞ്ഞു കൊടുക്കലൊക്കെ മദ്മൂമുൻ അത് മോശമാണ്. എന്തേ കാരണം അത് പറഞ്ഞു കൊടുത്താല് ഒരു പ്രയാസത്തിലേക്ക് അത് കൂട്ടുന്നുണ്ട്. അവിടെ എന്താ പ്രയാസം? അള്ളാന്റെ ഔലിയാക്കൾപ്പെട്ടൊരു വലിയ കൊല്ലലാണ്. അപ്പൊ എല്ലാം പാടില്ലല്ലോ. അങ്ങനെ ലറവ് ഉണ്ടായിത്തീരും. അപ്പൊ ആ ലറവിന് രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്താന്മാരുടെ കളവാണ്. ആ കളവ് നിർബന്ധമാണ്, കുഴപ്പമില്ല. നേരെ മറിച്ച് ആ സ്ഥലത്തോട് അറിയലും അത് പറഞ്ഞു കൊടുക്കലോ ആ നിലക്ക് പറയലും പറഞ്ഞു കൊടുക്കലോ അത് ബുദ്ധിമുട്ടിലേക്ക് എത്തുമ്പോ ആ ഇൽമപ്പന്തായി മോശമായില്ലേ. അതാണ് ഇങ്ങനെയാണ് ഇൽമിന്റെ കാരണങ്ങൾ. ഒന്ന് മദ്മൂമുള്ള കാരണം അതാണ്, പ്രയാസപ്പെടുത്തുന്നുണ്ടാവുക എന്നാണ്. അസാനി രണ്ടാമത്തെ കാരണം എന്താണ്? യകൂന മുളിറൻ ബിസാഹിബി ബിഗാലിബിൽ അംർ കൂടുതലും കാര്യത്തിന്റെ അധിക സമയങ്ങളിലും ആ ഇൽമുള്ള ഒരാൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടായിത്തീരും. അതുണ്ടാവലാണ്. അപ്പോഴും ആ ഇൽമു പാടില്ല. ഏതുപോലെയൊക്കെ ഇൽമിൻ നുജൂമി ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് അറിയും പോലെ ഫഇന്നഹു ഫീ നഫ്സി ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാതെ ഫീ നഫ്സി നോക്കുമ്പോ വയറു മദ്മൂമിന്റെ ദാത്തി അതിന്റെ ദാത്തിലേക്ക് അത് മോശമൊന്നുമില്ല. ഇൽമു പഠിച്ചത് കുഴപ്പമൊന്നുമില്ലല്ലോ, അറിയാലോ, പക്ഷെ മോശമൊന്നുമില്ല. എന്നിരുന്നാലും ഇത് ഖിസ്മാനി കാരണം എന്താണെന്ന് വെച്ചാല് ഇൽമിനെ കുറിച്ച് നുജൂമിന്റെ ഇൽമ രണ്ട് ഇനമുണ്ട്. ഒന്ന് ഖിസ്മുൻ അല്ലെ ഖസ്മുൻ ഇസ്ബാനി, ഒന്ന് കണക്ക് സംബന്ധമായിരിക്കുന്ന ഇസാബി, കണക്ക് സംബന്ധമായി വരുന്ന ഒരു വിജ്ഞാനമാണത്. അതറിയണം. അതിനോഹരി അങ്ങനെയാണ്. ഇന്ന നക്ഷത്രം ഇന്നത് കൊണ്ടൊക്കെ കണക്കറിയാൻ പറ്റും. ഖുർആാനോ എത്തരത്തിൽ വിശുദ്ധ ഖുർആൻ മൊഴിഞ്ഞിട്ടുണ്ടല്ലോ. സൂര്യചന്ദ്രൻ എന്ന് പറഞ്ഞ വലിയ രണ്ട് നക്ഷത്രങ്ങൾ, ഇവരുടെ സഞ്ചാരം അത് കണക്കാക്കി എണ്ണപ്പെടുന്ന ഒന്നാണല്ലോ. ചന്ദ്രനെ കൊണ്ട് കണക്കുണ്ട്, സൂര്യനെ കൊണ്ട് കണക്കുണ്ട്. അത് ഇസാബിയാണ്. ഇത്തരം ഇസാബിയായിരിക്കുന്ന ഓഹരിയുണ്ട്. ഇത് കാല അസ്സവജല്ല അല്ലാഹു തആല പറഞ്ഞില്ലേ. എന്താ അല്ലാഹു തആല പറഞ്ഞത്? അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യൻ ചന്ദ്രൻ അത് അതിന്റെ കണക്കുകളനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ കണക്കിനാണത്. കാല അസ്സവജല്ല അല്ലാഹു തആല പറയുന്നു വൽ ഖമറ ഖദ്ദർനാഹു മനാസില തഅദക്കൽ റുജുൽ ഖയ്യാസി സൂറത്ത്. ചന്ദ്രന് അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന റെയിലുകളെ നമ്മൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കണക്കുകളുണ്ട്. ഇനി രണ്ടാമത്തെ ഓഹരി അൽ-അഹ്കാം, വിധികളാണ്. അത്തരം നക്ഷത്രത്തെ കുറിച്ച് പഠിക്കൽ കണക്കുണ്ടെങ്കിൽ അതിന് വിധികളുമുണ്ട്. വഹാസിലുഹു അതിന്റെ ആകെ ടോട്ടല് യർജിഉ അത് മടങ്ങുക ഇലൽ ഇസ്തിദ്ലാലി അൽ ഹവാദിസ് ബിൽ അസ്ബാബി, കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സൃഷ്ടികളുണ്ട് എന്നെനിക്ക് തെളിവാണ്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് എനിക്ക് തെളിവുകളാണ്. അതിലേക്കാണ് ഇതിന്റെ എല്ലാം മടക്കം. വഹുവയുള്ളാഹി അത് എത്തരത്തിൽ ചോദിച്ചാൽ ഇത് സമമാവും, സാദൃശ്യമാവും. എന്തിനോട്? ഇസ്തിദ്ലാല ത്വബീബി, ഡോക്ടർ എന്താവുക, ലക്ഷ്യം വെക്കുക, ബിന്നബദി നാടിമിടിപ്പ് സ്പന്ദം കൊണ്ട്, അലാമാസ യഹ്ദുമിനൽ മറമി ഭാവിയിൽ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഭാവിയിൽ രോഗം വരും എന്നതിന്റെ മേലിൽ മൂപ്പർ തെളിവാക്കണെന്താ? നാടി പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ നാടി പിടിപ്പുണ്ടാവുമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ഒരു തെളിവ് പോലെയാണ് പറയുക, അല്ലെ? അയാൾക്ക് ഭാവിയിൽ ഇന്ന രോഗം വരാണ്ടെന്ന് കാരണം ഇയാൾ നേടി പിടിച്ച് ധർമ്മ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞതല്ലേ. എന്നതുപോലെ അള്ളയുണ്ട്, ഇതെന്താ സൃഷ്ടികളാണ് എന്നതിലേക്ക് തെളിവുകളാ പറയുകയാണെന്നൊക്കെ. അതെന്താണ്? മാരിഫത്തുൽ മജാരി സുന്നത്തില്ലാഹി തആല വഅദതി ബി ഖൽഖിഹി, അല്ലാഹു തആലാന്റെ സൃഷ്ടികളിൽ അള്ളാന്റെ പതിവെന്താ, അള്ളാന്റെ ശരീരം എന്താണ്, അതിന്റെ സഞ്ചാരത്തെ കുറിച്ച് അറിയുക എന്നുള്ളതല്ലേ പതിവ്. അത് കുഴപ്പമില്ലല്ലോ, അതാണുള്ള പതിവ്. വലാകിൻ അങ്ങനെയൊക്കെയാണെങ്കിൽ അതിനെ എന്താക്കപ്പെട്ടിട്ടുണ്ട്? ഷറഅ് ദമ്മാക്കി വെച്ചിട്ടുണ്ട്. ഹിസാബിയ കണക്കുണ്ട്,
അതുപോലെ തന്നെ ദിജികളുണ്ട് നക്ഷത്ര ഇൽമുകളിൽ. പക്ഷെ ആ ഇൽമു ഗമ്മാക്കി വെച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ നബി തങ്ങൾ പറഞ്ഞെന്ന് വെച്ചോ, ഇദാ ദുക്കിറൽ ഖദറു ഫഅംസികു, കണക്ക് ഖദർ അള്ളാന്റെ കുതിരത്തിനെ പറ്റി സംസാരിക്കുമ്പോ നിങ്ങൾ എന്ത് വേണം? അവിടെ മിണ്ടാതെക്കാം. നന്മ തിന്മകളല്ല അള്ളാന്റെ കണക്ക് പ്രകാരം എന്നാ പറയണത്. അവിടെ മിണ്ടാതെക്കാൻ പറ്റൊന്നും പറയണ്ട. വൈദാ ദുക്കിറത്തിന് ഫഅംസികു, നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നക്ഷത്രങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ അവിടെ ഒന്നും ചോദിക്കാതെ മിണ്ടാതെന്ന് പാടില്ല. വൈദാ ദുക്ര അസ്ഹാബി, എന്റെ സ്വഹാബാക്കളെ പറ്റി ചോദിച്ചാൽ അംസിക്കു മിണ്ടാന്ന് വേണ്ടി, ഒന്നും പറയാൻ നിൽക്കൊന്നും വേണ്ടാന്ന് അർത്ഥം. ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ല വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഖാഹു അലാ ഉമ്മത്തി ബഅദി, എന്റെ വഫാത്തിന് ശേഷം എന്റെ സമുദായത്തിന് മേൽ ഞാൻ ഭയപ്പെടുന്നത് സലാസൻ 3 കാര്യമാണ്. ഒന്ന് ഹൈബുൽ അഇമ്മത്തി, ഇമാമുമാരുടെ ഭരണാധിപരുടെ അനീതി. വൽ ഈമാനു ബിൻ നുജൂമി, അള്ളാനെ കൊണ്ട് വിശ്വസിക്കാതെ എല്ലാ നക്ഷത്രങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. 3 വക്കത്തി തക്ദീബുൽ ഖദർ, അള്ളാന്റെ ഖദർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതിനെ കളവാക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവും. അതെനിക്ക് വല്ലാത്ത പേടിയാണ്. ഇത് 3 നല്ലതല്ലോ. അപ്പൊ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്നാൽ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തഅല്ലമു, നിങ്ങൾ പഠിച്ചോളി, മിനൻ നുജൂമി, നക്ഷത്രങ്ങളിൽ നിന്ന്, മാ തഅതദുന ബിഹി, ആ ഒന്നുകൂടി നിങ്ങൾക്ക് തെളിവാക്കി കിട്ടുമ്പോൾ സന്മാർഗത്തിൽ എത്താൻ പറ്റും. എവിടെ? ഫിൽ ബർറി വൽ ബഹരി, സമുദ്രത്തിലും കരയിലൊക്കെ ആയാല് അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യസാധ്യതക്ക് എത്താൻ പറ്റും. അങ്ങനത്തെ ഒന്ന് നക്ഷത്രത്തിന്റെ ഇൽമു നിന്ന് പഠിച്ചോളിയും, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. സുമ്മ അംസകൂ, പിന്നീട് അവരെന്തായി? അങ്ങനെ പിടിച്ചു നിന്നൂനായി. എന്നാൽ ഇന്നമാ സദറാൻകും സലാസത്തി ഔജിഹിൻ, 3 വജിഹിലൂടെയാണ് ഈ പറയുന്ന ഇൽമുൻ നുജൂമിനെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അഹദുഹ, അതിൽ ഒന്ന്, അന്നഹു മുളിറുൻ ബി അക്സറ ഖൽഖി, അധിക ജനങ്ങളെയും ഈ വിജ്ഞാനം എന്താ വഴിതെറ്റിക്കും. അതുകൊണ്ട് പാടില്ല. അപ്പൊ അധിക സൃഷ്ടികൾക്ക് പ്രയാസപ്പെടുത്തുന്നുണ്ട്. കാരണം ഇലയും, അവരിലേക്ക് എങ്ങാനും ഇട്ടുകൊടുത്താൽ അന്നാദിയിൽ ആസാൻ, ഈ കാണുന്ന ഫലങ്ങളെല്ലാം താഴ്സ്വത ഉണ്ടാകും. അക്കീബ ശൈൽ കവാക്കിബ്, ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ നടന്നാൽ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇട്ടുകൊടുത്തു. അങ്ങനെ വക്കാബി നുഫൂസും, അവസാനം പൊതുജനങ്ങളെ മനസ്സിൽ സംഭവിച്ചു. അന്നൽ കവാക്കിബ ഹിയൽ മൗസൂറത്തു, നക്ഷത്രങ്ങളാണ് ഇതെല്ലാം ഫലം വരുത്തിയത് എന്ന് തോന്നിപ്പിക്കുന്നു. അന്നഹ അൽ ആലികത്തുൽ മുദബ്ബിറ, അവളെന്താണ്? പടച്ചോന്മാരാണ്. എങ്ങനത്തെ പടച്ചോന്മാർ? ലോകത്തെ നിയന്ത്രിക്കുന്ന പടച്ചോന്മാര്. അപ്പൊ ലോകത്ത് നിയന്ത്രിക്കുന്ന പടച്ചോന്മാരാണ് നക്ഷത്രം. ജനങ്ങൾ വിശ്വസിച്ചു പോകും. അന്ന എന്താണ് അങ്ങനെയാണ്? ഈ നക്ഷത്രങ്ങൾ ജവായുർ ഷരീഫത്തു സമാവി, ആകാശ ലോകത്തിലെ ഉന്നത തടികളാണ് ഇവര്. അപ്പൊ അങ്ങനെ വിചാരിക്കും. മാത്രമല്ല ഇങ്ങനെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ അതൊക്കെ സംഭവിക്കുന്നതിന് വല്ലാത്തൊരു അപകടവും ചെയ്യും. വല്ലാത്തൊരു അത്ഭുതമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ കൽബും ഉത്സവിത്തനില്ല. അവസാനം നക്ഷത്രത്തിന് മാത്രം തിരിഞ്ഞു നിൽക്കും കൽബ്. അപ്പൊ നക്ഷത്രങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. വയറൽ ഖൈറ വസറ മഹദുറൻ ഔ മർജൂവൻ മർജുവൻ മിൻ ജിഹത്തിഹാ, അതേ ഭാഗത്തിൽ കൂടെ തന്നെയാണ് നിങ്ങൾ മോശക്കാരായിട്ടും. അപ്പൊ നന്മ ഷർറ് ഇത് രണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തേ? മഹദുറൻ പേടിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മർജുൻ ആഗ്രഹിക്കപ്പെടുന്നതാണ്. മിൻ ജിഹത്തിഹ, നക്ഷത്രത്തിന്റെ ഭാഗത്തിൽ കൂടെ. നക്ഷത്രം ഉണ്ടായത് കൊണ്ടാണ് നന്മി തിന്മയ്ക്ക് എന്ന് മനസ്സിലാക്കും. അതൊക്കെ ബുദ്ധിമുട്ടായ കാര്യമാണ്. വയൻമഹി ദിക്റുല്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അതിനെ കൽബി ഹൃദയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയാണ്. നിശ്ചയമായിട്ടും ദുർബനായ അമ്മ അമ്മല്ല,
ദുർബല മനസ്സായ ആള് യഖ്സുറു നദറുഹു അവന്റെ നോട്ടത്തെ ചുരുക്കും അൽ വസായിത്തി മാധ്യമങ്ങൾ. അല്ലാഹു തആല മാധ്യമം മുഖാന്തരം വെച്ചിരിക്കുക. ഇവരെ വിശ്വാസം മാധ്യമങ്ങളിലേക്ക് എത്തും. ഇവരാണൊക്കെ ചെയ്യുന്നർത്ഥം. ഇതാണ് ലൈഫ് ഇൽമില്ലാത്ത ആളില്ല. അഗാധജ്ഞാനമുള്ള പണ്ഡിതൻ വല്ലതി എത്തലിയോ അല എന്ന സംസവൽ കമറ വന്നുജുമ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഇതൊക്കെ മുസഖറാത്തിൻ ബി അംബി സുബ്ഹാനഹു വ തആല അതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്താണ് കീഴ്പ്പെടുത്തപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതിയൊക്കെ ഉണ്ട്. അപ്പൊ ഇൽമു മദ്മൂമാരിങ്ങനെ എണ്ണി പോരാണ്.